പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇസ്രായേൽ ഇറാൻ പോരാട്ടം പുതിയ തലങ്ങളിലേക്ക്. ഇറാനുമായുള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ശത്രു രാജ്യത്തിന്റെ ആണവശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാതെ ഇസ്രായേൽ വിശ്രമിക്കില്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ തള്ളിക്കൊണ്ടാണ് നെതന്യാഹുവിന്റെ ഈ കടന്നാക്രമിച്ചുള്ള പ്രതികരണം. ഇതോടെ മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യതകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പേരിൽ ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളെ പലരും താരം താഴ്ത്തി. എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. ഇറാന്റെ ആണവോർജ്ജ സംവിധാനങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്, നെതന്യാഹു ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ ആഗോളതലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ സമാധാന നീക്കങ്ങളെ പിന്നോട്ടടിക്കുന്നു. ഇറാനിലെ ജനവാസ മേഖലകളിൽ അമേരിക്ക നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറുകളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ഇറാൻ അന്താരാഷ്ട്ര വേദികളിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഈ നീക്കം പ്രകോപനപരമാണെന്നും ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കരാറുകൾ ലംഘിക്കുന്നത് പതിവാക്കിയ അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഇറാൻ. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടി കണക്കിലെടുത്ത തന്ത്രപരമായ നീക്കങ്ങളാണ് ടെഹ്റാൻ ഇപ്പോൾ നടത്തുന്നത്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമെന്ന് കരുതുന്ന ഡ്രോൺ ആക്രമണം ഇന്ന് കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ ഉണ്ടായ ഈ ഡ്രോൺ സാന്നിധ്യവും തുടർന്നുള്ള ആക്രമണവും അറബ് രാഷ്ട്രങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം നീക്കങ്ങളെന്ന് ഇറാന്റെ സൈനിക വക്താക്കൾ സൂചന നൽകി. കുവൈറ്റിലെ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ഡ്രോൺ മഴ പ്രതീക്ഷിക്കാമെന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതികൾ എന്നും ഒരു പേടി സ്വപ്നമാണ്. ഇറാന്റെ പക്കൽ ആണവായുധം എത്തിയാൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നതാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളെ തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ ആണവ റിയാക്ടറുകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പദ്ധതിയിടുന്നത്. ഇസ്രായേലിന്റെ ഈ നീക്കത്തെ അമേരിക്ക പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ പ്രകോപനങ്ങൾ തുടർന്നാൽ തടയാൻ കഴിയില്ലെന്ന നിലപാടിലാണ് വാഷിംഗ്ടൺ. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളയ്ക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ സൈനിക നടപടി മാത്രമാണ് പോംവഴിയെന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സർക്കാർ വാദിക്കുന്നു. ഇത് ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതിനും കാരണമായിട്ടുണ്ട്. യുദ്ധം ആളിപ്പടരുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ ഇറാൻ പൂർണ്ണമായും അടച്ചിട്ടില്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചനകൾ ഇറാൻ വക്താക്കൾ നൽകിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിലൂടെ സംഘർഷത്തിന് താൽക്കാലിക ശമനം കണ്ടെത്താമെന്നാണ് ഇറാന്റെ പ്രതീക്ഷ. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയും ഇതിനുണ്ട്. പാകിസ്ഥാൻ വഴി സമാധാന ചർച്ചകൾക്ക് ഇറാൻ മുൻകൈ എടുക്കുന്നത് തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനും അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നു. എന്നാൽ ഇസ്രായേൽ ഈ ചർച്ചകളെ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കുമെന്നത് കണ്ടറിയണം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ആഗോള സാമ്പത്തിക രംഗത്തെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതോടെ വ്യാപാര മേഖല കടുത്ത ആശങ്കയിലാണ്. എണ്ണ ഉൽപാദനം തടസ്സപ്പെട്ടാൽ അത് ലോകരാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിന് വഴിവെക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. യുദ്ധം തുടർന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് ചെറിയ രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭ പലതവണ ഇടപെട്ടെങ്കിലും ഇസ്രായേലോ ഇറാനോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ചൈനയും റഷ്യയും ഇറാന്റെ പക്ഷത്തും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷത്തും നിലയുറപ്പിച്ചിരിക്കുന്നത് ലോകത്തെ വീണ്ടും രണ്ട് ചേരികളിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ ഇസ്രായേലിന്റെ നീക്കങ്ങളിലായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കുക.